ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ PYQ സീരീസിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഓപ്ഷൻ എ തിരുവിതാംകൂർ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി കൊച്ചി തിരുവിതാംകൂർ, ഓപ്ഷൻ ഡി മലബാർ. ഉത്തരം ഓപ്ഷൻ എ തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചത്. LMS തിരുവിതാംകൂറിൽ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലുമായിട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ് വൈക്കം സത്യാഗ്രഹം. ആരാണ് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സവർണ ജാഥ നടത്തിയത് എപ്പോഴെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ 1924 സെപ്റ്റംബർ 27, ഓപ്ഷൻ ബി 1924 നവംബർ 1, ഓപ്ഷൻ സി 1925 മാർച്ച് 10, ഓപ്ഷൻ ഡി 1925 നവംബർ 1. ഉത്തരം ഓപ്ഷൻ ബി 1924 നവംബർ 1 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ പി കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ഡി കെ മാധവൻ നായർ. ചോദ്യം, പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. അടുത്ത ചോദ്യം, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം, അതായത് അയിത്തോച്ചാടനവുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അയിത്തോച്ചാടനവുമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി കുമാരഗുരുദേവൻ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ്. നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ വേറൊരു കൃതിയും കൂടി ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കൃതി വേദാധികാര നിരൂപണം എന്നാണ്. അപ്പോൾ പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും ഇത് രണ്ടും ചട്ടമ്പി സ്വാമികളുടേതാണ്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടമായി INA-യിൽ ചേർന്ന മലയാളി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടമായിട്ട് INA-യിൽ ചേർന്ന മലയാളി ആരാന്നാണ്? ഓപ്ഷൻ എ ഇ മൊയ്തു മൗലവി, ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ ഡി കുഞ്ഞഹമ്മദ് ഹാജി. അപ്പോൾ ആരാണ് INA-യിൽ ചേർന്നത്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ ആണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്നത് വക്കം അബ്ദുൽ ഖാദർ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? മലബാർ കലാപം ഉണ്ടാകുവാനുള്ളതാണ്. ഓപ്ഷൻ എ ലക്ഷ്മണസ്വാമി മുതലിയാർ, ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ.
ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപത്തിൻ്റെ കാരണത്തിന് വേണ്ടി അന്വേഷിക്കാൻ രൂപീകരിച്ച ഒരു കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ബി കല്ലുമാല സമരം, ഓപ്ഷൻ സി ഇലക്ട്രിസിറ്റി സമരം, ഓപ്ഷൻ ഡി കയ്യൂർ സമരം. ഉത്തരം ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്ന കലാപം? ഓപ്ഷൻ എ സന്യാസി കലാപം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി വെല്ലൂർ കലാപം, ഓപ്ഷൻ ഡി ശിപ്പായി കലാപം. ഉത്തരം ഓപ്ഷൻ സി വെല്ലൂർ കലാപം. 1806 വെല്ലൂർ കലാപം നടന്നത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി സി കേശവൻ. ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരെന്നാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ. വിവേകോദയത്തിൻ്റെ സ്ഥാപകനാണ് കുമാരനാശാൻ. വിവേകോദയം കുമാരനാശാൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. ഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വെണ്ണീജ ഭരണം എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സംഘടിത കലാപം ഏതാണെന്നാണ്? ഓപ്ഷൻ എ മലബാർ കലാപം, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ സി കുറിച്യ കലാപം, ഓപ്ഷൻ ഡി മുണ്ട കലാപം. ഉത്തരം ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി ക്ലാസ്സസ് കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണെന്നാണ്? ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയ പാർട്ട് 1 പാർട്ട് 2 സീരീസിലെല്ലാം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കൂടി റിവിഷൻ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി അല്ലെങ്കിൽ പായായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ ഗൗരി പാർവതി ബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം അതല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം 1817 കൊണ്ടുവന്നത് ഗൗരി പാർവതി ബായി ആണ്. അടുത്ത ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ആണ്. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്?
ഓപ്ഷൻ എ നരേന്ദ്രൻ, ഓപ്ഷൻ ബി കുമാരഗുരുദേവൻ, ഓപ്ഷൻ സി അയ്യപ്പൻ, ഓപ്ഷൻ ഡി നാണു. ഉത്തരം ഓപ്ഷൻ സി അയ്യപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരെന്നാണ്? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ, ഓപ്ഷൻ ബി ഫ്രാൻസിസ്കോ അൽമേഡ, ഓപ്ഷൻ സി അൽബുക്കർഗ്, ഓപ്ഷൻ ഡി റാൽഫ് ഫിച്ച്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപത്തിൻ്റെ ഫുൾ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് പോയി കാണുക. അപ്പോൾ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. അടുത്ത ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. നമ്മൾ ഈ പുന്നപ്ര വയലാർ സമരത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തുലാം 10 സമരമെന്ന് കുറച്ച് ചോദ്യങ്ങൾക്ക് മുൻപ് കണ്ടു. അപ്പോൾ പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം. അതിൻ്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. നമ്മൾ വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാസംഘത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി ഇ മൊയ്തു മൗലവി, ഓപ്ഷൻ സി പി കൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി കെ മാധവൻ നായർ. ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ്. നമ്മൾ കെ കേളപ്പൻ്റെ തന്നെ സത്യാഗ്രഹങ്ങൾ കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസും ക്ലാസ്സസ് എല്ലാം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് തന്നെ നോക്കിയ ക്വസ്റ്റ്യനാണ്. പ്രാചീന മലയാളം ആരുടേതാണ്? വേദാധികാര നിരൂപണം ആരുടേതാണ്? നമുക്ക് ഓപ്ഷൻസ് പോലും വേണ്ട. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ കാലടി, ഓപ്ഷൻ ബി ചെമ്പഴന്തി, ഓപ്ഷൻ സി പന്മന, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ ബി ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? നമ്മൾ കുറച്ച് മുമ്പും കൂടി പറഞ്ഞുള്ളൂ, അതൊരു ചോദ്യമായിട്ടാണ് വന്നിരുന്നത്. എപ്പോഴാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന്? 1924 നവംബർ 1. അപ്പോൾ വൈക്കം സത്യാഗ്രഹ സമരത്തോടനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം എന്തുമായി റിലേറ്റഡ് ആണ്? സഞ്ചാര സ്വാതന്ത്ര്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി അംഷി നാരായണപിള്ള, ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ ഡി വള്ളത്തോൾ. ആരുടേതാണ് ഈ വരികൾ? ഓപ്ഷൻ ബി അംഷി നാരായണപിള്ള. വരിക വരിക സഹചരെ എഴുതിയത് സമരഗാനത്തിൻ്റെ രചയിതാവാണ് ഓപ്ഷൻ ബി അംഷി നാരായണപിള്ള. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ്?
അതായത് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച വ്യക്തിയാണ്. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ, ഓപ്ഷൻ സി കുമാരഗുരുദേവൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അപ്പോൾ വില്ലുവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച വ്യക്തി എന്ന് ചോദിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചത് അയ്യങ്കാളിയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി എവിടെയാണ്? ഓപ്ഷൻ എ പൊന്നാനി, ഓപ്ഷൻ ബി ഏറനാട്, ഓപ്ഷൻ സി വള്ളുവനാട്, ഓപ്ഷൻ ഡി പയ്യന്നൂർ. നമ്മൾ ഇതേ ചോദ്യം, അതായത് ഇതിൻ്റെ ഉത്തരം ചോദ്യമായി വരുന്ന വേറെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂർ വെച്ചിട്ടാണ്. നമ്മളിതിന് മുമ്പ് കണ്ട ചോദ്യം എന്തായിരുന്നു? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഓപ്ഷൻ ഡി പയ്യന്നൂരാണ്. പയ്യന്നൂർ. വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? ദർശനമാല, നവമഞ്ജരി, ആദിഭാഷ, അരുൾനൂല്. ഇതിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? നാലാമത്തെ ഓപ്ഷനായിട്ടുള്ള അരുൾനൂല്. അരുൾനൂലാണ് വൈകുണ്ഠസ്വാമിയുടെ രചന. അരുൾനൂല്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏത് പേരിൽ? ഓപ്ഷൻ എ പാട്ടം, വെറും പാട്ടം, ദാനം, ദേവസ്വം. സെക്കൻഡ് വൺ ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. തേർഡ് വൺ സാമം, ദാനം, ഭേദം, പാട്ടം. ഉത്തരം സെക്കൻഡ് വൺ ആണ്. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചിരുന്നത് ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരിലാണ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? നമ്മൾ പാർട്ട് 1, പാർട്ട് 2 സീരീസിലെല്ലാം കണ്ടിട്ടുണ്ട്. ആത്മവിദ്യാസംഘം ആരാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ട് 3 സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്ന പാർട്ടിലെല്ലാം നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ പുതിയൊരു സീരീസുമായിട്ട് PYQ സീരീസ് കുറച്ച് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.